അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവ് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. യുഎസിൽ വെച്ചുള്ള മോദി ട്രംപ് മസ്ക് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് ടെസ്ല ആരംഭിച്ചിരുന്നു. മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലായി ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ഡീലർഷിപ്പ് സ്ഥാപിക്കുന്ന നഗരങ്ങൾക്ക് പുറമെയുള്ള സ്ഥലങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് ടെസ്ലയുടെ വാഹനങ്ങൾ എങ്ങനെ ലഭ്യമാകുമെന്ന ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്യുന്ന 1000 ഉപഭോക്താക്കൾക്ക് വാഹനം വീട്ടിലെത്തിച്ച് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഡീലർഷിപ്പ് സംവിധാനം ഉപേക്ഷിക്കാനും തടസ്സങ്ങളില്ലാതെയുള്ള വാങ്ങൽ ഉറപ്പാക്കുന്നതിനുമാണ് ഓൺലൈൻ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വാഹനം വിൽപ്പന നടപടികളുടെ കാര്യത്തിലും മാറ്റത്തിന് തുടക്കമിടുമെന്നാണ് വിലയിരുത്തൽ. മോഡൽ 3, മോഡൽ Y എന്നീ വാഹനങ്ങളായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ടെസ്ല ഇന്ത്യയിൽ എത്തിക്കുക. കമ്പനിയുടെ ബെർലിൻ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ CBU റൂട്ട് വഴിയാണ് ഇന്ത്യയിൽ വിപണിയിലെത്തിക്കുന്നത്. മുംബൈ, ഡൽഹി നഗരങ്ങളിൽ ഷോറൂമിനുള്ള ഇടം കണ്ടെത്തിയെങ്കിലും സർവീസ് സെന്ററുകൾ ആരംഭിച്ചിട്ടില്ല. ആഗോള വിപണിയിൽ ടെസ്ല സ്വീകരിച്ചിട്ടുള്ള പ്രീമിയം ടെക്നോളജി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എന്നീ നയങ്ങളായിരിക്കും ഇന്ത്യയിൽ പിന്തുടരുക. ടെസ്ല 3 ആയിരിക്കും ടെസ്ലയുടെ വാഹന നിരയിലെ അടിസ്ഥാന വാഹനം. ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. വാഹനങ്ങളുടേത് ഉൾപ്പെടെ ഇറക്കുമതി തീരുവയിൽ അടുത്തയിടെ ഇളവ് പ്രഖ്യാപിച്ചത് വില കുറയ്ക്കാൻ സഹായകമായേക്കും. $40,000 താഴെ വിലയുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ 125% നിന്ന് 70%ആയാണ് അടുത്തിടെ കുറവ് വരുത്തിയത്. പ്രാദേശികമായി നിർമ്മിക്കുന്നില്ല എങ്കിലും ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും താങ്ങാവുന്ന വിലയിൽ എത്തിക്കുകയാണ് ടെസ്ലയുടെ ലക്ഷ്യം. എതിരാളികളുടെ വലിയ നിരയാണ് ഇന്ത്യയിൽ ടെസ്ലയെ കാത്തിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ടെസ്ലയ്ക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുള്ള BYD, മെഴ്സിഡസ് ബെൻസ്, വോൾവോ, മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, MG മോട്ടോഴ്സ് എന്നീ വാഹനങ്ങളുടെ നിർമ്മാതാക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ വൻനിരയാണുള്ളത്. ഇതിൽ മഹീന്ദ്ര ഇലക്ട്രിക് വാഹനങ്ങൾക്കായി PE എന്ന ബ്രാൻഡിന് കീഴിൽ നിരവധി വാഹനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. MG മോട്ടോഴ്സിൽ നിന്നും M9, സൈബസ്റ്റർ തുടങ്ങിയ ഇലക്ട്രിക് മോഡലുകളും എത്തുന്നുണ്ട്. കാറുകൾക്കായുള്ള ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നത് ഇലോൺ മസ്കിന്റെ ദീർഘകാലമായ ആവശ്യമാണ്. എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനം ആരംഭിച്ചാൽ മാത്രമേ ഇളവുകൾ നൽകൂ എന്നായിരുന്നു കേന്ദ്രം സ്വീകരിച്ചിരുന്ന നിലപാട്. ഇന്ത്യയിൽ കാർ നിർമ്മാണം തുടങ്ങിയാൽ ആവശ്യമുള്ള നികുതിയിൽ ഇളവ് നൽകാമെന്ന് നീതി ആയോഗ് ചെയർമാനായിരുന്ന രാജീവ് കുമാർ മുൻപ് നിലപാടെടുത്തിരുന്നു. എന്നാൽ ആദ്യം ഇറക്കുമതി ചെയ്ത ഇന്ത്യയിലെ വാഹനം വിറ്റ ശേഷം ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് ഇലോൺ മസ്കും അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ $40,000 താഴെ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 125% നിന്ന് 70%ആയി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതായിരിക്കാം ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള നടപടികൾ ടെസ്ല ഇത്രയും വേഗത്തിലാക്കാൻ കാരണം.